പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വളരെ ഒരു വിവാദമായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ, കത്തോലിക്ക സഭയിൽ തന്നെ ചിലർ വിശ്വാസികൾ അല്ലാതെ തന്നെ മറ്റുള്ളവർ കത്തോലിക്ക സഭയെ ചുരണ്ടാനും മാന്താനും ഒക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ കിട്ടിയതുപോലെ കൊണ്ട് നടന്ന് ആഘോഷിക്കുകയാണ്. ഓരോരുത്തരുടെ കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നും. സഭയെ അറിയാത്ത കാര്യങ്ങൾ തന്നെ, അറിയാത്തതെന്നല്ല, പണ്ട് മുതലേ ഉണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അത് സ്ഥാപിക്കാൻ അങ്ങനാണെന്നങ്ങ് സ്ഥാപിക്കാൻ തന്നെ കിണഞ്ഞ് പരിശ്രമിക്കുന്നവരുണ്ട്. ഇവർക്കെന്താണെന്ന് ബൈബിൾ ശരിയായിട്ട് വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. തെറ്റായ വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ ബൈബിളിനെ പറ്റി അവർക്ക് കിട്ടിയിട്ടുള്ള, അല്ലാതെ യഥാർത്ഥമായി കിട്ടിയിട്ടില്ല. കാരണം ചിലരുടെ അവർ തുടരുന്ന നിലപാടുകൾ, അവർ നിൽക്കുന്ന സ്ഥാനങ്ങൾ, അതിനെ ന്യായീകരിക്കാനും മഹത്വവൽക്കരിക്കാനും വേണ്ടി മാത്രമായിട്ട് അവർ ഉണ്ടാക്കുന്ന ചില വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവർ പഠിപ്പിച്ച് ജനങ്ങളെ, അവരുടെ കൂടെ നടക്കുന്ന അണികളെ ഇല്ലാതാക്കുന്നത്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് അകറ്റുകയാണ്. സ്വർഗരാജ്യത്തിൽ നിന്ന് അവരെ അകറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവർ അകത്ത് കയറുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ അവരകത്ത് കയറുകയുമില്ല. മറ്റുള്ളവരെ അവരവിടെ പ്രവേശിപ്പിക്കുകയില്ല. അടച്ചു കളഞ്ഞിരിക്കുകയാണ് വാതിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അത് കാര്യം ഇതാണ്. പരിശുദ്ധ കന്യാമറിയം സഹരക്ഷകയും എന്നോ മധ്യസ്ഥ എന്നോ, അതായത് മനുഷ്യവർഗത്തിൻ്റെ സ്വർഗത്തിൽ നമ്മുടെ മധ്യസ്ഥ എന്നോ പറയാൻ പാടില്ല. അങ്ങനെ മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇതിനെ ചൊല്ലിയാണ് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. നമ്മൾക്ക് അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബൈബിളിൽ നിന്ന് തന്നെ ആദ്യം മുതൽ നമുക്ക് ഒന്ന് പറയാൻ ഹ്രസ്വമായിട്ടുള്ള ഒരു പരിശോധന നമുക്ക് നടത്താം. വലിയ വിശദീകരണത്തിലൊക്കെ പോയാൽ ഒരുപാട്, ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ആവും. അത് അങ്ങനെയുള്ളത് വേണ്ടല്ലോ, നമുക്കതിൻ്റെ ആവശ്യമില്ല. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. വിശ്വാസികൾ പലരും ഇപ്പം തന്നെ ഞാനൊരു ആളുടെ ഒരു മെസ്സേജ് ഇത് കമൻറ്റ് കണ്ടു. ഒരച്ഛൻ്റെ പ്രസംഗത്തിൽ സഭ ഇങ്ങനെ പറയുന്നു, അത് ശരിയാണ്, അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരാളിട്ടിരിക്കുന്നത്, അപ്പോൾ അച്ഛനും പോപ്പിൻ്റെ കൂടാന്നോ എന്ന്, അച്ഛനെ ഇനിയും പോപ്പാക്കാമല്ലോ എന്ന്. അവൻ വേറൊരു കൂട്ടരിയിരിക്കുന്നത്, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയാണോ? മാതാവിനെ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്കൊരിക്കലും ദൈവം മാപ്പ് തരത്തില്ലെന്ന്. അപ്പോൾ ഇത്രയ്ക്ക് ഉള്ള ശുദ്ധ ആത്മാക്കൾ, അപ്പോൾ അല്ലെങ്കിൽ ഇവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ളവർ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് അല്പം ചിന്തിക്കാം. അപ്പം മാതാവിൻ്റെ റോള്, നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങൾ, നമ്മൾക്ക് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കെടുക്കാം. ബൈബിൾ എന്ന് പറയുമ്പം പഴയ നിയമം മുതലിട്ടുള്ളതല്ല, ഞാൻ സുവിശേഷങ്ങളിൽ കാണുന്ന പരിശുദ്ധ കന്യാമറിയത്തെ. ഇപ്പം രക്ഷകന് ഭൂമിയിൽ പിറക്കാനായിട്ട് സ്വശരീരവും ജീവനും ജീവിതവും ദൈവത്തിന് അടിയറ വെച്ച ഒരു മഹതിയാണ് പരിശുദ്ധ കന്യാമറിയം. അങ്ങനെ പറയുന്നതിൽ ആർക്കും തർക്കമുണ്ടാകുകയില്ല. കാരണം മറ്റാരെയും ആർക്കും അത് സാധിക്കത്തില്ലായിരുന്നു. അതിൻ്റെ കൃപ ലഭിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിനാണ്. അപ്പോൾ അതുകൊണ്ട്, അതായത് പിന്നെ ഞാനത് പറയാം, നന്മയല്ല കൃപയാണ്. അപ്പം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം, കർത്താവിൻ്റെ ദൂതൻ വന്ന് നിന്നിൽ ദൈവപുത്രൻ നിന്നിൽ നിന്ന് പിറക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ അതിന് യേസ് ആമേൻ പറഞ്ഞതാണ്, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞാണ് പരിശുദ്ധ കന്യാമറിയം. തൻ്റെ ജീവനും ജീവിതം എല്ലാം അങ്ങനെ അടിയറ വെച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഇതായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വ്യക്തിത്വ ദൈവബന്ധമായിട്ടുള്ള ആ ഒരു മഹിമ.
വ്യക്തിത്വവും ദൈവബന്ധവുമായിട്ടുള്ള ഒരു മഹിമയാണ്, മഹത്വമാണ്. മറ്റുള്ളവരിലില്ലാത്ത അനിതര അസാധാരണമായ ഒരു ഉറച്ച ദൈവബന്ധം, ദൃഢമായ ദൈവബന്ധമാണ് ആയിരുന്നു. അപ്പം പിന്നെ അങ്ങോട്ട് കാണുമ്പോൾ ഇങ്ങനെ സമർപ്പിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ കാണാം തൻ്റെ ഇളയമയായ എലിസബയെ സന്ദർശിക്കാൻ, അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു. കാരണം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ശേഷം അത് ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയാണ് ഉടനെ തന്നെ. അങ്ങനെയുള്ളയാൾ പരിശുദ്ധ കന്യാമറിയത്തിനാണ് അത് ഒരു 12 വയസ്സ് കഴിഞ്ഞ് അന്നത്തെ രീതിയിൽ വിവാഹ പ്രായമായി കഴിഞ്ഞാൽ ഉടനെ അത് തൻ്റെ ഇളയമ്മയ്ക്ക് ഈ വയസ്സുകാലത്ത് ഇതുപോലെ ദൈവ ഇച്ഛയാൽ അവൾ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നു. അത് യോഹന്നാൻ സ്നാപകനെ പ്രസവിക്കുന്നു. സഖറിയായിൽ നിന്ന് ഗർഭം ധരിച്ചാണ്. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും ഒക്കെ പോലെ തന്നെ, അല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലമല്ല. അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോൾ ആ വൃദ്ധയായ മാതാവിനെ ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ, എൻ്റെ കടമയാണല്ലോ എന്ന് ചിന്തിച്ച് അതറിഞ്ഞ് ഉടൻ തന്നെ പുറപ്പെടുകയാണ്. അങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ പോയി ശുശ്രൂഷ ചെയ്തും മാതാവ് അങ്ങനെ ദൈവകാര്യത്തിന് വേണ്ടി തന്നെ സ്വന്തമായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാതാവിനെയാണ് നമ്മൾ കാണുന്നത്, എല്ലാം ദൈവത്തിൻ്റെ നടത്തിപ്പിൽ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവമാതാവ് സഹരക്ഷകയെന്നും മധ്യസ്ഥയെന്നൊക്കെ പറയാനുള്ള കാരണം, എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. എന്നിട്ട് തൻ്റെ ഏകപുത്രനെ പ്രസവിക്കാനായിട്ട് ഇടം കിട്ടിയില്ല. ബെത്ലഹേമിൽ എല്ലായിടത്തും അതിൻ്റെ മുട്ടിവാതിലുകളെല്ലാം മുട്ടി നോക്കി, സത്രങ്ങളും എല്ലാം ഒരിടത്തും കിട്ടിയില്ല. പ്രസവിച്ചു. അത് കഴിഞ്ഞിട്ട് 8-ാം ദിവസം ദൈവാലയത്തിൽ കാഴ്ച വെച്ചപ്പോൾ ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ ഒരു പ്രവചനം തന്നെ ഉണ്ടായി. വൃദ്ധനായ ശിമയോൻ നിത്യരക്ഷ, അതായത് നിത്യരക്ഷയായ യേശുവിനെ കണ്ടിട്ടേ മരിക്കുകയുള്ളൂ, അതിനു മുൻപ് കണ്ട് സായുജ്യം അടയാം എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വന്നു. അദ്ദേഹം കുഞ്ഞിനെ കയ്യിലെടുത്തു, ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ഇവൻ ഒരു വിവാദ വിഷയമായിരിക്കും ലോകത്ത്, പിന്നെ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കടക്കും. അപ്പോൾ മാതാവ് ഇതെല്ലാം കേട്ടു. ഇതിപ്പോൾ എന്തെല്ലാം വ്യസനങ്ങൾ, അന്ന് മുതൽ വ്യാകുലങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രസവത്തിന് ആ സമയത്ത്, പിന്നെ തൻ്റെ ഇളയമയെ ശുശ്രൂഷ ചെയ്യാൻ പോയതിന് മുൻപ്. അപ്പോൾ ഇതെല്ലാം സന്തോഷമായിട്ട് ആണ് എല്ലാം ചെയ്യുന്നത്, പക്ഷേ സാധാരണക്കാർക്ക് പറ്റാത്ത കാര്യങ്ങൾ. അപ്പോൾ യേശു തന്നെ അതിന് ശേഷമാണ് ഇതെല്ലാം പറഞ്ഞ് നിൻ്റെ ഒരു വാൾ നിൻ്റെ ഹൃദയം തുളച്ച് കടക്കും എന്ന് പറഞ്ഞത് കേട്ട് മാതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് കുറച്ച് കാലങ്ങൾ കുറച്ച് 12 വയസ്സൊക്കെ ആയപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-49 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 12 വയസ്സായ ബാലനായിരിക്കുമ്പോൾ അവർ എല്ലാ യഹൂദരും പോകുന്നവരുള്ള ഒരു വലിയ പെരുന്നാൾ, മഹാ പെരുന്നാളിന് പോയിട്ട് ദൈവാലയത്തിൽ യെരുശലേമിൽ പോയിട്ട് അവരൊക്കെ തിരിച്ചു വരുന്നു. പക്ഷേ അവിടെ പോയിട്ട് എന്താണ് സംഭവിച്ചത്? 12 വയസ്സായ ബാലൻ അവൻ പുരുഷത്വത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 12 വയസ്സായവൻ എന്തു ചെയ്യണം? അവന് ഇതുവരെ പഠിച്ച് കിട്ടിയ വിദ്യാഭ്യാസമെല്ലാം അവിടെ പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ യേശു അവിടെ പോയി ആത്മാവാൽ പ്രേരിതനായി ആ ഉപാധ്യായന്മാരുടെ ഇടയിൽ, അതായത് ശാസ്ത്രികളുടെയും
നിയമവിശാരദരുടെയും ഒക്കെ പണ്ഡിതരുടെയും ഒക്കെ ഇടയിലിരുന്ന് അവരുടെ മുൻപിലിരുന്ന് ഈ പരീക്ഷകളെ നേരിടുകയാണ്. അവരുടെ ചോദ്യങ്ങൾ, അതിന് യേശു മറുപടി കൊടുക്കുന്നതും അതിൻ്റെ വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്, ഇതെല്ലാം അവിടെ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പെരുന്നാൾ ആഘോഷവും എല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം തിരിച്ചു പോയി. ഇടയ്ക്ക് വെച്ച് പകുതി വഴി കഴിഞ്ഞപ്പോൾ യേശുവിനെ കാണുന്നില്ല. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഓരോരുത്തരും ഓരോ മറ്റേ കൂട്ടത്തിൽ കാണും, അടുത്ത കൂട്ടത്തിൽ കാണും. എല്ലാ ബന്ധുജനങ്ങളെല്ലാവരും ഉണ്ടല്ലോ, എല്ലാ യഹൂദരും പോകുന്ന തിരുനാളാണ്. അപ്പോഴങ്ങനെ വന്ന് കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ചു പോയി അന്വേഷിച്ചു. വന്ന വഴികളെല്ലാം അന്വേഷിച്ച് പോയി, അറിയാവുന്നിടത്തെല്ലാം കയറി അന്വേഷിച്ചു ചെന്നപ്പോൾ 3-ാം ദിവസം ദൈവാലയത്തിൽ ചെന്നപ്പോൾ കണ്ടു തൻ്റെ തങ്ങളുടെ പ്രിയ മകൻ അവിടെ ശാസ്ത്രികളുടെയും നിയമവിശാരദരുടെയും എല്ലാവരുടെയും മുൻപിൽ, പണ്ഡിതരുടെയും റാബിമാരുടെ എല്ലാം മുൻപിലിരുന്ന് അവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർ ചോദിക്കുന്നത്, തിരിച്ച് അങ്ങോട്ടും ബാലൻ ചോദിക്കുന്നു. അവർ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അവർ കുഴങ്ങുകയാണ്. അതിനുത്തരം ബാലൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, യേശു തന്നെ പറഞ്ഞു കൊടുത്തു, വിവരിക്കുന്നു. അവരിൽ ഇതിലെല്ലാം ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് അവർക്കൊന്നും പറയാൻ വയ്യാത്ത ഇങ്ങനെയുള്ള അവസ്ഥകളല്ല. ഇതെല്ലാം കണ്ട് അവസാനം അപ്പനും അമ്മയും കൂടെ വിളിച്ച് ചോദിച്ചു. അമ്മ ചെന്ന് പറഞ്ഞു, നിൻ്റെ അപ്പനും ഞാനും ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് വളരെയധികം ക്ലേശിച്ചു, അലഞ്ഞു. എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? പറയണ്ടേ, കാര്യങ്ങൾ അറിയിക്കണ്ടേ എന്ന് പറയുന്നു. അപ്പോഴാണ് യേശു പറയുന്ന മറുപടിയുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടുന്നവനാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് ക്ലേശിക്കുന്നതെന്ന്? നോക്കണേ, എടുത്തടിച്ചുകൊണ്ടേ മുഖത്ത് നോക്കി പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടുന്നതില്ലെന്ന്. അപ്പോൾ അങ്ങനെ യേശു പറഞ്ഞു. അപ്പോൾ ഇത് പിതാവിനും മാതാവിനുമൊക്കെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. മാതാവ് ഇതെല്ലാം താങ്ങി, ഇതെല്ലാം അനുഭവിച്ചു, സശ്രദ്ധം ഇതെല്ലാം കേട്ടു, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ബാലനെയും കൊണ്ട് വീട്ടിൽ പോവുക. ഇനിയും പരസ്യ ജീവിതം വരെയും അവിടുന്ന് 30 വയസ്സ് വരെയും അവൻ കിട്ടാവുന്ന നല്ല വിദ്യാഭ്യാസവും നല്ല അറിവും എല്ലാം കൊടുത്തു. അവനെ മികവുറ്റവനാക്കി പഠിപ്പിച്ചു, ബാക്കി വിദ്യാഭ്യാസങ്ങളെല്ലാം കൊടുത്തു. ഈ 30 വയസ്സായപ്പോൾ ദൈവാത്മാവാൽ പ്രേരിതനായി അവൻ വീണ്ടും പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്. അതുവരെ സാധാരണക്കാരെ പോലെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി, പഠിച്ചും കൊണ്ട് ജോലിയും ചെയ്ത് വീട്ടിനെയും അപ്പനെയും അമ്മയും സഹായിച്ചുകൊണ്ട് ജീവിച്ചു. ഇനി പരസ്യ ജീവിതത്തിന് പോയപ്പോൾ മാതാവ് നേരിടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, തങ്ങളുടെ ബന്ധു വീട്ടിൽ കല്യാണത്തിന് പോയ ഒരു സാധു കുടുംബമായിരുന്നു എന്നനുമാനിക്കാം. അവിടെ വീഞ്ഞ് തീർന്നു പോയി, പല കാര്യങ്ങളും തീർന്നു പോയി കാണും. അത് അമ്മ കണ്ടുപിടിച്ചു, അവരും പറഞ്ഞു, വീട്ടുകാരും. അതിന് അമ്മ അവിടെ യേശുവിനോട് മോനോട് ചെന്ന് പറയണം, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമല്ലോ, അത് ചെന്ന് ചെയ്യേ, അവർക്ക് വീഞ്ഞില്ല, സഹായിക്കുക. അവിടെ അമ്മ വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാം ചെയ്തു തരാമെന്നൊന്നും പറഞ്ഞില്ല. യേശുവിനോടെ ചെന്ന് പറഞ്ഞു. ഇതാണ് അമ്മ ചെയ്തത്. അവിടെ ചെന്ന് പറഞ്ഞു, വീഞ്ഞുണ്ടാക്കി കൊടുത്തു. ചിലർ പറയും അത് മധ്യസ്ഥത വഹിച്ചു അവിടെ ചെന്ന് പറഞ്ഞതാണ്. അതല്ല മധ്യസ്ഥത എന്ന് പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ പിന്നീട് വിശദീകരിക്കാം. നമുക്ക് സംഭവങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്നില്ല, മധ്യസ്ഥതയല്ല. ഇതിനെ അങ്ങനെ വ്യാഖ്യാനിച്ച് കൊണ്ട് പലരും പറയുന്നു, വൈദികരും എല്ലാവരും തന്നെ അങ്ങനെ അങ്ങ് പ്രസംഗികരും എല്ലാവരും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അങ്ങനെ അങ്ങ് വശീകരിക്കുക, അവരെ ഒന്ന് ഇളക്കുക, പിടിച്ചിരുത്താനുള്ള ഒരു കാര്യം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ബൈബിളിൽ പറയാത്ത കാര്യങ്ങളെ, കൊടുക്കാത്ത അർത്ഥങ്ങൾ അതിന് കൊടുക്കുക, വ്യാഖ്യാനിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 8-ാം അധ്യായത്തിൽ
20-21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യേശുവിനെ അപ്പോൾ പരസ്യ ജീവിതത്തിലാണ്, പിശാചുക്കളൊക്കെ പുറത്താക്കുന്നു, സുവിശേഷം പ്രസംഗിക്കും, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിയമഗ്രന്ഥങ്ങളുടെയൊക്കെ പ്രവചന ഗ്രന്ഥങ്ങളുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയൊന്നും ആരും പറഞ്ഞ് ആധികാരികമായിട്ട് പറയുകയോ നിഗൂഢമായിരിക്കുന്നവ വെളിപ്പെടുത്തി കിട്ടുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളതെല്ലാം കേൾക്കുന്നു. അവർക്ക് വളരെ ലളിതമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ശൈലിയിൽ, ഗ്രാമീണ ശൈലിയിൽ അവർക്ക് മനസ്സിലാകുന്ന ഉപമകളിലൂടെ ഗംഭീരമായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിശയങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നു. അപ്പം യേശുവിനെ പരീക്ഷിക്കാനായിട്ട് ജെറുസലേമിൽ നിന്ന് സൻഹെദ്രിൻ സംഘങ്ങൾ ഏർപ്പെടുത്തിയ ആളുകളും അതിൽ തന്നെ ഉള്ള കുറച്ച് പേരും ഒക്കെ വന്ന് പുറകെ നടക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, അധിക്ഷേപിക്കുന്നുണ്ട്. നീ സാത്താനെ കൊണ്ടാണ് ഇതെല്ലാം ജയിക്കുന്നത്, സാത്താൻ്റെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ്, നിനക്ക് ഭ്രാന്തുണ്ട്, പിശാചുണ്ട്, മന്ത്രവാദിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവിനെ ഭർത്സിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. ഇതൊക്കെ മേരിയുടെ, അതായത് അമ്മ മറിയത്തിൻ്റെ കാതിലുവെത്തി. അതൊരു ശല്യമായി. വീട്ടിൽ വരികയെന്നില്ല, വീട്ടിലല്ല കിടക്കുന്നത്. പിന്നെ സഹസ്രങ്ങളായിരങ്ങളായ ശിഷ്യരുമൊത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് എല്ലാ പഠിപ്പിച്ചും എടുത്തുമൊക്കെ ഇങ്ങനെ നടക്കുന്നു. ആ തോട്ടങ്ങളിലും മരത്തണലുകളിലും ഗുഹകളിലുമൊക്കെ പോയി അവിടാണ് അന്തി ഉറങ്ങുന്നത്. മലയിലൊക്കെ പോയിരുന്ന് നേരം വെളുക്കുന്നിടം വരെയും പ്രാർത്ഥനയിൽ പിതാവുമായിട്ട് ദൈവമായിട്ടുള്ള ആ സംസാരത്തിൽ ബന്ധത്തിൽ കഴിയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ മാതാവിനും വിഷമം തോന്നി. മാതാവിനും സഹോദരങ്ങളെന്ന് പറയുന്നത് ഇവിടെ ബന്ധു സഹോദരങ്ങളാണ്, അല്ലാതെ വേറെ സഹോദരങ്ങളൊന്നുമില്ല. ഓരോരുത്തർ പ്രൊട്ടസ്റ്റൻറ്റുകാർ, ചില പെന്തക്കോസ്ത് വിഭാഗങ്ങളൊക്കെ ഇത് സാത്താൻ ആവേശിച്ച് പറയുന്നതാണ്. അതൊക്കെ അല്ലാതൊന്നുമില്ല, ആവേശിച്ച് പറയുന്നതാണ്. അപ്പോൾ അവർക്ക് വേറെ മറിയത്തിന് ഒരുപാട് മക്കളുണ്ടായിരുന്നെന്നൊക്കെ ഇന്നാളൊരു പാസ്റ്റർ പ്രസംഗിച്ച് പറയാനായിട്ട് 1 ഡസൻ മക്കളുണ്ടായിരുന്നെന്ന്. അതുപോട്ടെ, നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആ ബന്ധു സഹോദരങ്ങൾ എല്ലാവരും കൂടെ അമ്മയും കൂട്ടി യേശുവിനെ കാണാൻ പോവുകയാണ്. വിശുദ്ധ ലൂക്ക സുവിശേഷം 8-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ. അപ്പോൾ അവർ അവിടെ ചെന്ന് അറിയിക്കുന്നു, നിൻ്റെ സഹോദരങ്ങളും, അപ്പം മറ്റുള്ളവർ അറിയിക്കുന്നു, നിൻ്റെ സഹോദരങ്ങളും നിൻ്റെ അമ്മയും ഒക്കെ നിന്നെ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു പറയുകയാണ്, മാതാവിൻ്റെ മുൻപിൽ വെച്ച് മാതാവിന് കേൾക്കത്തക്കവണ്ണം, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് അത് നിവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും, അത് പാലിക്കുന്നവരാണ് എന്ന് പറയുന്നു. അപ്പോഴമ്മ എന്താ? യഥാർത്ഥത്തിൽ യേശു പറഞ്ഞത് അമ്മ ഇതെല്ലാം, അമ്മയും അപ്പനും ഇതെല്ലാം കേട്ട് പാലിക്കുന്നവരാണ്. അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. യഥാർത്ഥ അമ്മയും സഹോദരങ്ങളും കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് മറ്റവർ കൊടുക്കുന്ന ഭാഷ്യം വേറെയാണ്. അവരെ ഭരിച്ച് അവരെ നയിക്കുന്ന ആത്മാവ് വേറെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കഴിഞ്ഞു. പിന്നെയും ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 11-ാം അധ്യായം 27-28 പറയുന്നുണ്ട്, ഒരു കർത്താവ് ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാഗ്ധോരണി മാധുര്യത്തിലും മഹിമയിലും അവിടുന്ന് ആഹ്ലാദിച്ചുകൊണ്ട് സ്ത്രീജനങ്ങളൊക്കെ 10,000-കണക്കിന് ജനങ്ങളാണുള്ളത്. ശിഷ്യരാണെങ്കിൽ സഹസ്രങ്ങളുണ്ട്, 1000-കണക്കിന് വേറെ ഉണ്ട്. എല്ലാം ഇങ്ങനെ ഇന്ന് എല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ച് വളരെ ആനന്ദത്തോടെ മണിക്കൂറുകൾ അങ്ങനെ ക്ഷീണത്തെന്നറിയാതെ ഈ വാഗ്ധോരണി കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അമ്മ ഉച്ചത്തിൽ നിലവിളിച്ച് അവിടുന്ന് പറയുകയാണ്, ഇത് നിന്നെ പാലൂട്ടിയ മാറിടവും നിന്നെ വഹിച്ച ഉദരവും ഭാഗ്യമുള്ളവ, മഹത്വമുള്ളവ എന്ന്. അപ്പോഴും കർത്താവ് പറയുന്നുണ്ട്, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ.
എന്നാണ് പറയുന്നത്. അപ്പോഴവരൊക്കെ പറയുന്ന ഒരു കാര്യം ഇവരൊക്കെ പറയുന്നത് മാതാവിനെ അവിടെ തള്ളി പറഞ്ഞ മാതാവിനെ അവിടെ സ്ഥാനമില്ലെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ യേശു പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കേട്ട് പാലിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും എല്ലാം ചെയ്തത് മാതാവാണ്. ഔസേപ്പിതാവ് അപ്പോഴത്തേക്ക് മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതാണ് അവിടെ യേശു പറഞ്ഞത്. അപ്പോൾ ഇവർക്കൊക്കെ പറയാൻ അന്ന് മുതൽ ഇങ്ങനെയുള്ള പ്രേരണ സാത്താൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവരിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാതാവ് കേൾക്കുമ്പോൾ മാതാവ് ഇതൊക്കെ അറിയും. അവരുടെ മാതാവിൻ്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട് ഇതെല്ലാം. അപ്പം ഇത് സഹിക്കുന്ന ഏത് സ്ത്രീയാണ്, ഏത് അമ്മയാണ് സഹിക്കുന്നത്? മാതാവ് ഇതെല്ലാം എന്നിട്ടും സഹിച്ചു. അവൻ ഭ്രാന്തനാണ്, പിശാച് ബാധിതനാണ്, പിശാചിൻ്റെ സേവകനാണെന്നൊക്കെ ഇവർ പറഞ്ഞു പരത്തുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടാണ് അവിടെ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകാനാണ് അവരെല്ലാവരും കൂടെ ചെന്നത്. അപ്പോഴാണ് ഈ സ്ത്രീയും ഇങ്ങനെ വിളിച്ച് പറയുന്നത്, ഈ അമ്മയും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി അവസാനം ജീവിത 33-ാം വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഗൊൽഗൊഥായിലെ തൻ്റെ ബലിയർപ്പണം. അവിടെയും കുരിശിൽ കിടന്ന് ആരുമില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യുക, മറ്റുള്ളവർ ശത്രുക്കൾ ആയവർ നിന്ദിക്കുകയും അപമാനിക്കുകയും ദൂഷണം പറയുകയും അഹമ്മദികളുടെയും മറ്റ് എല്ലാം ശാപങ്ങളും നിന്ദനങ്ങളും ഭർസനങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ആ സമയത്ത്. അതാരുമില്ല, നമ്മളവിടെ സ്വസ്ഥമായിട്ട് കിടക്കുമല്ല യേശു കുരിശിൽ. അത് വേദനയിലാണ്, പച്ച മനുഷ്യനായിട്ട് എല്ലാം അനുഭവിച്ചുകൊണ്ടുള്ള കടുത്ത വേദനയിൽ, ആ പ്രാണവേദനയിൽ പിടയുകയാണ്, പ്രാണൻ പോകുന്ന വേദനയിൽ. അപ്പോഴും മകൻ്റെ അടുക്കൽ ഈ അമ്മ നിൽപ്പുണ്ട്, വേറെ ആരുമില്ല അടുക്കൽ, യോഹന്നാൻ എന്ന ശിഷ്യൻ മാത്രം. ഇനി അടുത്ത ദൂരെയായിട്ട് മറ്റുള്ള സ്ത്രീകളും സ്നേഹിതരായ സ്ത്രീകളും എല്ലാവരും അവിടെ ഉണ്ട്. കുറച്ച് പേര് കുറച്ച് അകലെയുണ്ട്. അമ്മ അടുക്കൽ നിൽപ്പുണ്ട്. അപ്പോഴിവർ അത് കണ്ടിട്ട് കത്തോലിക്ക സഭ സഹരക്ഷകയാണ്. പ്രാണൻ പോകുന്ന സമയത്തും അമ്മ അവിടെ നിന്നു. കുരിശിൽ നിന്ന് മാതാവിൻ്റെ പുത്രൻ്റെ യേശുവിൻ്റെ മൃതദേഹം ഇറക്കി തൻ്റെ മടിയിൽ കിടത്തി. അതുകൊണ്ട് സഹരക്ഷകയാണ്. അവസാനം വരെ നിന്നു. ഉയർത്തെഴുന്നേൽപ്പ് വരെയും അപ്പോഴും കഴിഞ്ഞും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യരുടെയൊക്കെ കൂടെ അവൻ്റെ രക്ഷാകര കർത്തൃത്വത്തിൽ പങ്കുചേർന്നു എന്നൊന്നും ആരും അസന്ദിഗ്ധമായിട്ട് സഭാപിതാക്കന്മാരാരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അന്നു മുതൽ ഇങ്ങോട്ട് സഭ ആവിർഭാവം ആയതും മുതൽക്ക് തന്നെ സഭാപിതാക്കന്മാരും ശിഷ്യരും എല്ലാവരും തന്നെ മാതാവിനെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അന്ത്യസമയത്ത് പ്രാണൻ പോകുന്ന ആ സമയത്ത് പോലും പറഞ്ഞ് യോഹന്നാനെ നോക്കി, യോഹന്നാൻ എന്ന് പറയാൻ അവിടെ നിൽക്കുന്നത് മനുഷ്യരാശിയെ എല്ലാം കൂടെ പ്രതിനിധീകരിച്ചാണ് ഒരാൾ അവിടെ ഉണ്ട്. അമ്മയും സ്വന്തം മകനെ കാണുന്നതിന് സഭാ സമൂഹത്തെ പ്രതിനിധീകരിച്ച്, അതുപോലെ തന്നെ മകൻ്റെ ഈ ജീവിതാവസ്ഥയിൽ കണ്ട് വിട്ടുപോകാൻ മനസ്സില്ലാത്ത ഒരമ്മ. അങ്ങനെ അല്ലാതെ ആർക്കാണ് പറയുന്നത്? അപ്പോഴും അമ്മ എവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഈ വേദനകളും പ്രാണൻ്റെ പിളച്ചിലും എല്ലാം കണ്ടിട്ട്, അതേ പിതാവേ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മനമുരുകി പ്രാർത്ഥിച്ച് കൊണ്ടും സഹിക്കാനും സ്വയം ദിവ്യേഷത്തിന് സമർപ്പിക്കാനുമാണ് കന്യാമറിയത്തിനും അപ്പോഴും സാധിച്ചത്. അല്ല മറ്റുള്ള സാധാരണക്കാർക്കാർക്കും പറ്റത്തില്ല. ഇതൊരു അനിതര അസാധാരണമായ ഒരു സഹനമാണ്, മഹത്വമാണ്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സഹരക്ഷക എന്ന് സഭയ്ക്ക് പറയാം. പക്ഷേ അങ്ങനെ തീർത്ത് അസന്ദിഗ്ധമായിട്ട് പറഞ്ഞിട്ടില്ല. രക്ഷകയുടെ സഹരക്ഷകയുടെ സ്ഥാനത്ത്
അവിടെ നിന്ന് ഇതെല്ലാം സഹിച്ചു എന്നാണ്. അങ്ങനെ വിളിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ്. കാരണം ഈ ആദ്യകാലം മുതൽക്കേ ഈ പൗരസ്ത്യവും പാശ്ചാത്യവുമായ തിരുസഭയിൽ മരിയ ഭക്തി എന്ന ഒരു ഭാഗം തന്നെ, ഒരു ശാസ്ത്രശാഖ തന്നെ നിലനിന്നിരുന്നു, ഒരു സംസ്കാരം തന്നെ നിലനിന്നിരുന്നു, വന്നു ആവിർഭവിച്ചിരുന്നു മരിയ ഭക്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഈ ഭക്തി എന്നുള്ള വാക്ക് ഉണ്ടാക്കിയതാണ് തെറ്റ്, അത് ഉപയോഗിച്ചതാണ് തെറ്റ്. ഭക്തി ആരോടാണ് കാണേണ്ടുന്നത്? ദൈവത്തോട് മാത്രമാണ്, ദൈവമായിട്ടാണ്, വിശുദ്ധരോടുള്ള അല്ല. വിശുദ്ധരോട് ഉള്ളതല്ല ഭക്തി, അത് പാടില്ല. നമ്മൾ പഴയ നിയമത്തിലും എല്ലാം വായിക്കുമ്പോഴൊക്കെ അത് വ്യക്തമായിട്ട് കാണും. ദൈവത്തോടാണ് ഭക്തി വേണ്ടിയത്, മറ്റ് സൃഷ്ടവസ്തുക്കളോടോ മനുഷ്യരോടോ ഒന്നുമല്ല. അവരൊക്കെ മാതാവ് ഇത്രയൊക്കെ, ഞാൻ പറഞ്ഞ ആ ചരിത്രം പറഞ്ഞത് സുവിശേഷത്തിൽ കാണുന്നത്, ഇത്രയൊക്കെ സഹിച്ചു. ഇതെല്ലാം യേശുവിനെ ഏതാണ്ട് അതുപോലെ മുഴുവൻ സമയവും കൂടെ നിന്ന് ഇതെല്ലാം കണ്ടു സഹിച്ച്, ഹൃദയം പിളർക്കുന്ന വേദനയെല്ലാം സഹിച്ച് എല്ലാം കൂടെ നിന്നതാണ്. പുത്രൻ അവിടെ മനുഷ്യരാശിക്ക് വേണ്ടി ബലി അർപ്പിക്കുമ്പോൾ മാതാവ് അതിൻ്റെ സാക്ഷിയാണ്. നിസ്സംഗതയോട്, ആ വേദനയിൽ കുതിർന്ന നിസ്സംഗതയോടാണ് നിൽക്കുന്നത്, മരണവേദനയിൽ കുതിർന്ന എന്ന് പറഞ്ഞ് സഹരക്ഷകയാണെന്ന് അസന്ദിഗ്ധമായിട്ട് പറയാൻ പറ്റത്തില്ല ബൈബിളിലെ അടിസ്ഥാനത്തിൽ. കാരണം രക്ഷകൻ ഒരൊറ്റ ആളെ ഉള്ളൂ, യേശുവേ ഉള്ളൂ, അതെല്ലായിടത്തും പറയുന്നുണ്ട്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഈ സുവിശേഷകരൊക്കെ ഏതാണ്ട് ക്രിസ്തു മരിച്ച ആ ദശാബ്ദത്തിൽ തന്നെയാണ് സുവിശേഷങ്ങൾ എഴുതിയത്. അത് ആ 100 വർഷങ്ങൾക്കകത്ത് വെച്ച് അതിനുശേഷം ഒരു 10 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെയും സുവിശേഷം എല്ലാം എഴുതിയത്. അപ്പോൾ പിന്നെ അവിടെ വെച്ച് ഇവരൊക്കെ പറയണമായിരുന്നു, യോഹന്നാൻ പറയണമായിരുന്നു സുവിശേഷത്തിൽ മാതാവിന് ഇങ്ങനെയുള്ള സ്ഥാനമുണ്ടെന്ന്. മത്തായി പറഞ്ഞിട്ടില്ല, മർക്കോസ് പറഞ്ഞിട്ടില്ല, ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസ് പറഞ്ഞിട്ടില്ല, മത്തായിയും പറഞ്ഞിട്ടില്ല. ലൂക്ക അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. താമസിച്ചാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായത്. ക്രിസ്തു മരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സഭയിൽ വന്ന് ക്രിസ്ത്യാനിയാകുന്നത്, ക്രിസ്തു മാർഗത്തിൽ പ്രവേശിക്കുന്നത്, ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കുന്നത്, സുവിശേഷം എഴുതുന്നത്. അപ്പോഴും അമ്മയുടെ ചിത്രം ആദ്യമായിട്ട് വരച്ചതും വിശുദ്ധ ലൂക്കായാണ്. പക്ഷേ ഒരിടത്തും അമ്മയെ ഇങ്ങനെ രക്ഷകയായിട്ടും അതിൽ കടന്ന ഒരു സ്ഥാനം കൊടുത്തായിട്ടും ഒന്നും കാണുന്നില്ല. എല്ലാവർക്കും ഒരു ഭക്തിയും ബഹുമാനവും സ്നേഹവും മറ്റുള്ളവ എല്ലാ വിശുദ്ധരിലും വെച്ച്, അതായത് യേശു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം അമ്മയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ അത് ഔദ്യോഗികമായിട്ടല്ല. സെയിൻറ്റ് പോളും അവൾ ഒരിടത്തും സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ ആരും സൂചിപ്പിക്കാത്തൊരു കാര്യം കത്തോലിക്ക സഭയും ചെയ്തിട്ടില്ല. പിന്നെ ചില അതിൽ കടന്ന ചില ഭക്തി അഭ്യാസ പ്രകടനങ്ങൾ ഇന്നത്തെ പോലെ തന്നെ ഏതാണ്ട് മധ്യകാല നൂറ്റാണ്ടിലാണ് തുടങ്ങിയത്. ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഇങ്ങോട്ട് തന്നെ ആ പൗരസ്ത്യവും പാശ്ചാത്യവുമായ സഭകളിൽ അമ്മയെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്നു. സഭാപിതാക്കന്മാർ, അന്നത്തെ സന്യാസ ശ്രേഷ്ഠർ, താപസ ശ്രേഷ്ഠരെല്ലാം ബഹുമാനിച്ചിരുന്നു. അത് വാസ്തവമാണ്. അമ്മയെ വാഴ്ത്തി പുകഴ്ത്തുന്ന കീർത്തനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറം അവരൊരു സ്ഥാനമൊന്നും കൊടുത്തിരുന്നില്ല. പിന്നെ ഇത് വന്നത് ഈ മധ്യകാല നൂറ്റാണ്ടിലാണ്. അപ്പോൾ അവിടുത്തെ പിന്നെ ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ, തിരുസഭയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ ഭക്തി മൂത്ത് ചില പ്രകടനങ്ങളും അഭ്യാസങ്ങളും എല്ലാം ഇതൊക്കെ തന്നെ കാണിക്കാൻ ഭക്ത അഭ്യാസങ്ങളെന്ന് പറയാം. പാടില്ലാതെയാണ് ഇപ്പോഴും അത് ചെയ്യുന്നത്. ഇപ്പോഴും ചിലപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വല്ലായ്മ തോന്നാറുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ ഈ കൂട്ടരാണ്, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ഏറ്റവും സ്നേഹിക്കുക, സ്വന്തം അമ്മയെ അപ്പച്ചനെയും അമ്മച്ചിയെയൊക്കെ സ്നേഹിക്കുന്ന പോലെ അവർ സ്നേഹിക്കുന്നതാണ്. ആ സ്നേഹം അങ്ങ് ഒരു ലഹരിയായിട്ട് വന്നിട്ടാണ് അവർ ഇങ്ങനെ മുത്തുന്നതും ചുംബനം കൊടുക്കുന്നതും സാഷ്ടാംഗം വീഴുന്നതും അവിടെ നിന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതും രൂപത്തിൻ്റെ മുൻപിൽ. ഇതൊക്കെ
അല്ലാതെ അത് ആരാധിക്കുന്നതല്ല. പക്ഷേ കാഴ്ചക്കാർക്ക് അത് ആരാധനയായിട്ടാണ് തോന്നുന്നത് മറ്റുള്ളവർക്ക്. അതാണ് പറയുന്നത്, നിങ്ങൾ വിഗ്രഹാരാധകരാണ്, മാതാവിനെ ആരാധിക്കുന്നു, അതൊരു പേഗൻ സ്ത്രീയെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നയാൾ ഞാൻ കേട്ടിട്ടുണ്ട്. പെന്തക്കോസ്ത് പാസ്റ്റർമാരൊക്കെ ഇങ്ങനെയൊക്കെ പലയിടത്തും പ്രസംഗിക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ അറിവില്ലാത്ത ജനങ്ങൾ അവരെന്താണ് തങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാതെ തങ്ങൾ കൂടുതൽ മാതാവിനോട് പരസ്പര ബഹുമാനവും വണക്കവുമാണ് കാണിക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കട്ടെ, അല്ലെങ്കിൽ വിചാരിക്കുന്നു. അവരവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് മനസ്സിൽ നിന്ന് വന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആരും പറഞ്ഞിട്ടില്ല, ഒരു കത്തോലിക്കരും പറഞ്ഞിട്ടില്ല, കത്തോലിക്ക നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില വിശുദ്ധരായിട്ട് ജീവിച്ച് മരിച്ച് ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ഇപ്പോൾ സ്വർഗത്തിലായിരിക്കും ചില പല വിശുദ്ധരും ഈ ഭക്തിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, അതൊരു തെറ്റ് തന്നെയാണ്. അതവരൊക്കെ പറഞ്ഞു. പക്ഷേ സഭ അങ്ങനെയുള്ളൊരു ഉണ്ടാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു ഭാഗമായിട്ടും കൂടി തീർത്ത് ഇത് പറയാം. അപ്പോൾ ജപമാലയുടെ കാര്യം പിന്നെ പറയാനുണ്ട്. ജപമാല പിന്നെ ചെയ്യാനുള്ളത് ഭക്തി എന്നുള്ള വാക്കിൻ്റെ കാര്യം, ദൈവമാതാവ്, സഹരക്ഷ എന്നുള്ളത് ഒന്നും കൂടെ ഒരു വിശദീകരണമായിട്ട് അടുത്ത ഭാഗത്ത് നമുക്ക് ചെയ്യാം. ഇത് ഒരു കാര്യം പറയുന്നുണ്ട്, ഇതെല്ലാം കേട്ടിട്ട് അരയും മുറിയും കേട്ടിട്ട് കമൻറ്റുകൾ ഇടരുത്. എൻ്റെ ഈ രണ്ട് ഭാഗവും കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ കമൻറ്റുകൾ ഇടുക, അത് ഗ്രഹിച്ചിട്ട്. ചുമ്മാതെ പൊട്ടന്മാരുടെ കൂട്ട് ഓരോന്ന് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന അതിനുവേണ്ടി കാത്തിരിക്കുന്ന ചിലരുണ്ട്. എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയും അവരെ പഠിപ്പിക്കുന്നവരെയും അറിയാവുന്നവരെയൊക്കെ അവരെ അഭിപ്രായം പറയുന്നതും എല്ലാം കേട്ട് തോന്നിയ രീതിയിൽ ഓരോന്ന് കോതയ്ക്ക് വായിൽ വരുന്നത് പാട്ടെന്ന പോലെ പറയുന്നത്. ഇത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ അത് പിന്നെ കമൻറ്റ് ചെയ്യുകയോ പറയുകയൊക്കെ ചെയ്യുക. അത്രയേ ഉള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.